ടാരറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുതിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇന്നത്തെ സൺഡേ റീഡിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് പാസ്റ്റ് ലഭിച്ചിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഴ്സ് എന്ന കാർഡാണ്. അപ്പോൾ ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് തീരുമാനങ്ങൾ എടുക്കാതെ അതിവേഗതയിൽ കാര്യങ്ങൾ താങ്കൾ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് അതിലെ വരുംവരായികളെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള ഒരു പോക്കായിരുന്നു പാസ്റ്റിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രസന്റിൽ കിട്ടിയിരിക്കുന്നത് ലവേഴ്സ് എന്ന കാർഡാണ്. അപ്പോൾ ഈ കാർഡ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു കാർഡാണ്. നിങ്ങളെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സ്നേഹബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഊഷ്മളതയോടുകൂടെ മുന്നോട്ട് പോകുവാനും അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുങ്ങുവാൻ ഈ വാരത്തിൽ ചിലപ്പോൾ താങ്കൾക്ക് സാധിച്ചേക്കാം. ആ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. കരിയറിൽ വന്നിരിക്കുന്നത് 6 ഓഫ് സോഴ്സ് എന്ന കാർഡാണ്. അതായത് ഇപ്പോൾ അനുഭവിക്കുന്ന തൊഴിൽ മേഖലയിൽ താങ്കൾ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് കാണാൻ സാധിക്കുന്നു. അതിൽ നിന്നും ഒരു മാറ്റം ചിലപ്പോൾ ഈ വാരം വന്നു ചേർന്നേക്കാം. ഒരു പുതിയൊരു തൊഴിൽ പാത കണ്ടെത്താനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. അതായത് ഇപ്പോഴുള്ള മേഖലയിൽ നിന്നും താങ്കൾക്ക് അനുയോജ്യമായ തലത്തിലേക്കുള്ളൊരു മാറ്റം. ഫിനാൻഷ്യലായിട്ട് ലഭിച്ചിരിക്കുന്നത് 4 ഓഫ് വാൺസ് ആണ്. സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതിയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. താങ്കളുടെ സ്കിൽസ് ഉപയോഗിച്ച് താങ്കൾ നേടിയെടുക്കുന്ന കരിയറിൽ കൂടെയും മറ്റു മേഖലകളിൽ കൂടെയും സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തുവാനും ആ ഒരു വിജയം കുടുംബത്തോടൊപ്പം പങ്കിടുവാനും താങ്കൾക്ക് ഈ വാരം ചിലപ്പോൾ സാധിച്ചേക്കാം. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് അതിലുണ്ട്. അടുത്ത് ലഭിച്ചിരിക്കുന്നത് ഫോക്കസിനായിട്ട് വന്നിരിക്കുന്നത് സൺ എന്ന കാർഡാണ്. ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷത്തിനെയും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അത് തൊഴിൽ മേഖലയിലും ഫാമിലിയിലും ഫിനാൻസിലും ഒക്കെ ഫോക്കസ് ചെയ്യാൻ, ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാണ് യൂണിവേഴ്സ് ഈ കാർഡ് താങ്കളുടെ മുന്നിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളുക. ഫാമിലിയിൽ നോക്കുമ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് കുടുംബത്തിൽ ഉത്തരവാദിത്വത്തോടെ അച്ചടക്കത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ട്. താങ്കളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ, കുടുംബത്തിൽ വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കുവാനും സാധിക്കും എന്നാണ് ഈ കാർഡ് നൽകുന്ന സൂചന. സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അടുത്ത ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനും കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത നിലനിർത്തുവാനും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനാണ് ഗൈഡൻസ് ആയിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നത്. പൊതുവെ സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും സ്നേഹബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഊഷ്മളതയും നിലനിർത്തി കൊണ്ടുപോകാൻ താങ്കൾക്ക് ഈ വാരം സാധിക്കും. യൂണിവേഴ്സിറ്റി ബ്ലെസ്സിങ്സ് എല്ലാ വിധത്തിലും താങ്കളിലേക്ക് വന്നു ചേരുന്ന ഒരു അവസരമാണ്, ഒരു വാരമാണിത്. ഏവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.